നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് 48 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. കേച്ചേരി ചിറനെല്ലൂരിലെ വെള്ളക്കെട്ടിൽ 55-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അശാസ്ത്രീയമായ രീതിയിൽ ചക്കോലയിൽ റോഡ് പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാതിരാത്രിക്ക് അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയ പൈപ്പുകൾ നാട്ടുകാർ ഇടപെട്ട് എടുത്തു മാറ്റിച്ചു. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. തൊഴിയൂരിലുള്ള അൽ അമനാഹ് ബീഫ് ആൻഡ് ചിക്കൻ സെന്ററാണ് അടപ്പിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് യാസിൻ പള്ളിക്ക് സമീപം വീട് തകർന്നു വീണു. മേടോത്ത് അഷ്റഫിന്റെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് 48 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് ഞായറാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ചങ്ങരംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലയുമായി വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മന്നലാംകുന്ന് NH66 സർവീസ് റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടായിട്ടും അശാസ്ത്രീയമായ രീതിയിൽ ചക്കോലയിൽ റോഡ് പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാതിരാത്രിക്ക് അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയ പൈപ്പുകൾ നാട്ടുകാർ ഇടപെട്ട് എടുത്തു മാറ്റിച്ചു. NH അധികൃതരുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഫലമായാണ് മുൻപുണ്ടായിരുന്ന പ്രളയത്തിന് പോലും വെള്ളക്കെട്ടുണ്ടാകാത്ത AKG റോഡ്, അൽ അമീൻ റോഡ്, ചക്കോലയിൽ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം AKG റോഡിലെ 30ഓളം വീട്ടുകാർക്കാണ് പുറത്തിറങ്ങാൻ കഴിയാതെയായത്. തെക്ക് ഭാഗം എടയൂർ മുതൽ വടക്ക് പാപ്പാളി എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ളത്തിന് പുറമെ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ദേശീയപാത അധികൃതർ തുടർച്ചയായി വലിയ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വറ്റിക്കുകയാണുണ്ടായത്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ PWD റോഡിലൂടെ കാനകീറി വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാൻ സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ മുമ്പാകെ നാട്ടുകാർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാർഡ് മെമ്പറുടെ നിർദ്ദേശം പോലും മുഖവിലക്കെടുക്കാതെ ചക്കോലയിൽ റോഡ് പൊളിച്ച് അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പിട്ട് തൂർക്കാനാണ് കരാർ കമ്പനിയായ ശിവാലയ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ ആശങ്കയകറ്റുവാനോ കൂടിയാലോചന നടത്തുവാനോ കരാർ കമ്പനിക്കാർ തയ്യാറായിട്ടില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ PWD റോഡ് വഴി സംവിധാനം ഉണ്ടായിരിക്കെ നിലവിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ചക്കോലയിൽ റോഡ് പൊളിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇതിന് ശക്തമായ രീതിയിൽ എതിർക്കുമെന്നും ചക്കോലയിൽ റോഡ് നിവാസികൾ പറഞ്ഞു. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, ഈ വെള്ളക്കെട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ആർക്കും എന്തില്ല, ഒബ്ജക്ഷൻ ഇല്ല. ഇതേ കൊണ്ടുപോകണോണ്ടോ അതേ കൊണ്ടുപോകണില്ല. ഇതിവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചക്കോലയിൽ റോഡ് അല്ലെ അതിൽ കൂടെ കൊണ്ടുപോകണം, AKG റോട്ടിൽ കൂടെ കൊണ്ടുപോകണം, അല്ലമീൻ റോട്ടിൽ കൂടെ കൊണ്ടുപോകണം, അങ്ങനെ ഒരു താല്പര്യം ഇവിടെ ആർക്കും ഇല്ല. അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ജനങ്ങൾക്ക് എന്താണ് നല്ലത് അത് ചെയ്യാൻ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ്. അത് അടുത്ത ദിവസം MLA ഇവരും വിളിക്കുന്ന മീറ്റിങ്ങിൽ ഈ പറയുന്ന ടീമിനെല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ അവർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരെ വിവരിച്ചു തരണം. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. കേച്ചേരി ചിറനെല്ലൂരിലെ വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തി. പട്ടിക്കര കപ്രശ്ശേരി വഴിയിൽ താമസിക്കുന്ന ചെമ്പ്ര വീട്ടിൽ പരേതനായ മാധവ പണിക്കരുടെ മകൻ 55 വയസ്സുള്ള ശിവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 11:30ഓടെയാണ് ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ ശിവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനായ ശിവൻ അവധി ദിവസമായതിനാൽ ചിറനെല്ലൂരിലെ കള്ളുഷാപ്പിലെത്തി മടങ്ങുന്നതിനിടെ സഞ്ചരിച്ചിരുന്ന സൈക്കിളടക്കം വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവഴി പോയിരുന്ന യാത്രികരാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അവിവാഹിതനാണ്. രുക്മിണി, പ്രഭാകരൻ, വാസുദേവൻ, പരേതരായ പരമൻ, നാരായണൻ എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. രാത്രിയായതിനാൽ വൻ അപകടം ഒഴിവായി.
കവുക്കോട് പാലത്തിനപ്പുറം കല്ലുംപുറം റോഡിലെ മരമാണ് വീണത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിക്ക് ജോലി കഴിഞ്ഞ് ഇതുവഴി വന്ന ചാലിശ്ശേരി സ്വദേശി ഷൈനാണ് മരം വീഴുന്നത് കണ്ടത്. ഉടൻ തന്നെ കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് SFRO രവീന്ദ്രൻ, FRO നവാസ് ബാബു, ശ്യാം, ഹരിക്കുട്ടൻ, സനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. തൊഴിയൂരിലുള്ള അൽ അമനഹ് ബീഫ് ആൻഡ് ചിക്കൻ സെന്ററാണ് അടപ്പിച്ചത്. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കുമാർ, KS പ്രദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 കിലോ ചത്ത കോഴിയും പഴകിയ ബോട്ടിയും പിടിച്ചെടുത്തു. ഇത് പിന്നീട് ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. സ്ഥാപനം സീൽ ചെയ്തു. വെള്ളക്കെട്ട് മൂലം പാലങ്ങളിലും റോഡുകളിലും ഗതാഗതം മുടങ്ങുമ്പോൾ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ അയ്നൂർ കല്ലുംപുറം റോഡിൽ ഗതാഗതം മുടങ്ങാറില്ല. 5 വർഷം മുൻപ് അയ്നൂർ പാടത്ത് പാലവും അനുബന്ധ റോഡും ഉയർത്തി നിർമ്മിച്ചിരുന്നു. ഇതോടെയാണ് ഈ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായത്. മുൻപ് മഴക്കാലത്ത് ഈ റോഡിൽ വെള്ളം കയറി ആഴ്ചകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പാലം പുനർനിർമ്മിക്കുകയും കോൺക്രീറ്റ് കട്ട വിരിക്കുകയും ചെയ്തതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമായി. എന്നാൽ തെക്കത്ത് റോഡിലെ കലുങ്കിന് സമീപം റോഡിന് വീതി കുറഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇക്കാര്യത്തെപ്പറ്റി പരാതിപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ നടപടികളൊന്നും എടുത്തില്ല. വെള്ളക്കെട്ട് മൂലം ഗതാഗതം മുടങ്ങിയ പെരുന്തുരുത്തി പൊളിക്കകടവ് പാലത്തിൽ ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. 3 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലത്തിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം ഗതാഗതം മുടങ്ങുന്നത് പതിവാണ്. ഇത്തവണ 2 തവണ ഈ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങിയിരുന്നു. പാലവും റോഡും ഉയർത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാടത്തിന് നടുവിലൂടെയുള്ള പാലവും റോഡും ഉയർത്തി നിർമ്മിച്ചാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗത തടസ്സം പൂർണ്ണമായും മാറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ തമ്പുരാൻ പടി ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാലടി കണ്ടനകം കൊട്ടരപ്പാട്ട് 43 വയസ്സുള്ള സജീഷിനെയാണ് SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 38 മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 25-നാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നത്. വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ വയലത്തൂരിൽ നടന്ന മോഷണവും പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. തേഞ്ഞിപ്പലം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിൽ സഞ്ചരിച്ചായിരുന്നു മോഷണം. മോഷണങ്ങൾക്ക് ശേഷം മൈസൂർ, ഊട്ടി എന്നിവിടങ്ങളിലേക്ക് പോയ പ്രതി തിരിച്ച് സുൽത്താൻ ബത്തേരിയിലെ ലോഡ്ജിൽ എത്തിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പുനയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് യാസീൻ പള്ളിക്ക് സമീപം മേടോത്ത് അഷ്റഫിന്റെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ചുമരിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് താമസം മാറ്റാനുള്ള ഒരുക്കത്തിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ വീട് തകർന്നു വീണത്. അഷ്റഫിന്റെ മാതാവും ഭാര്യ ഔസത്തും 3 മക്കളുമാണ് ഉണ്ടായിരുന്നത്. സംഭവ സമയം ഇവർ വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ, ബ്ലോക്ക് മെമ്പർ K കമറുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി. അമൃത TV തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PV അയ്യപ്പൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. ചേറ്റുപുഴ കണ്ണപുരം പാങ്ങാടത്ത് വീട്ടിൽ പരേതനായ വേലായുധന്റെയും വള്ളിയമ്മയുടെയും മകനാണ്. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ജിജിയാണ് ഭാര്യ. അദ്വൈത് കൃഷ്ണ മകനാണ്. പെരിങ്ങാട് പുഴ പ്രദേശത്ത് പ്രഖ്യാപിച്ച റിസർവ് ഫോറസ്റ്റിനുള്ള കരട് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഒഴുക്കിന് തടസ്സമായിട്ടുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്യണമെന്ന് കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുഴയുടെ വീതി കുറഞ്ഞ പ്രദേശമായ കൂരിക്കാട് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജല തടാകമാക്കി മാറ്റണമെന്നും പ്രമേയത്തിൽ ആവശ്യം. തൃശൂർ ജില്ലയിലെ മഴവെള്ളവും ഡാമുകൾ തുറന്നുവിടുന്ന വെള്ളവും ഒഴുകിപ്പോകുന്ന 3 റെഗുലേറ്ററുകളിൽ ഒന്നാണ് ഇടിയൻചിറ റെഗുലേറ്റർ. റെഗുലേറ്റർ കഴിഞ്ഞാലുള്ള പെരിങ്ങാട് പുഴ മണ്ണൊലിച്ചു വന്ന് നികന്നതിന്റെ ഭാഗമായി നീരൊഴുക്കിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് വെള്ളമൊഴുകി പോകാൻ ദീർഘസമയമെടുക്കുകയും മുല്ലശ്ശേരി എളവള്ളി മേഖലയിൽ വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നതും പതിവായിരിക്കുകയാണ്. പെരിങ്ങാട് പുഴപ്രദേശം നിലവിൽ റിസർവ് ഫോറസ്റ്റ് കരട് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂലം ഒലിച്ചു വന്നിട്ടുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അതിനാൽ നിലവിലെ പെരിങ്ങാട് പുഴ പ്രദേശത്ത് പ്രഖ്യാപിച്ച റിസർവ് ഫോറസ്റ്റ് കരട് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഒഴുക്കിന് തടസ്സമായിട്ടുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ വീതി കുറഞ്ഞ പ്രദേശമായ കൂരിക്കാട് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജല തടാകമാക്കി മാറ്റാൻ പദ്ധതി തയ്യാറാക്കണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ കൺവെൻഷൻ പ്രമേയം മൂലം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ
കെ രഘുനാഥൻ മാസ്റ്റർ നഗറിൽ നടന്ന കേരള കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TB ഹരിദാസൻ, CPIM ഏരിയ സെക്രട്ടറി CK വിജയൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി VM സുർജിത്ത്, AK ഹുസൈൻ, ലതി വേണുഗോപാൽ, ശ്രീകുമാർ വാഗ, ജിയോ ഫോക്സ്, K രാഗേഷ്, ഓമന അശോകൻ, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി AK ഹുസൈൻ പ്രസിഡന്റ്, BN സുർജിത്ത് സെക്രട്ടറി, K രാഗേഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പുരസ്കാര സമർപ്പണം തിങ്കളാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30 നടക്കുന്ന പുരസ്കാര സമർപ്പണം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷത വഹിക്കും. മുൻ MPയും കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. അച്ചടി മാധ്യമരംഗത്ത് മാധ്യമം ലേഖിക ഹസീന ഇബ്രാഹിം, ദൃശ്യമാധ്യമരംഗത്ത് ചേലക്കര റൈറ്റ് വിഷൻ ചാനൽ റിപ്പോർട്ടർ PV സമീറുമാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. മേൽശാന്തി ദുണ്ഡുമഠത്തിൽ ബാലചന്ദ്രൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹവനം വരവൂർ ഷാജിയുടെ രാമായണ പ്രഭാഷണവുമുണ്ടായി. അന്നദാനത്തിൽ 1000ഓളം ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബേബി കരിപ്പോട്ട്, ശശി ആനക്കൂട്ടിൽ, സുകുമാരൻ എരിഞ്ഞിയിൽ, സോമൻ കടാങ്കര, വേലായുധൻ ആനക്കൂട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കനോലി കനാലിലേക്ക് വെള്ളം ഒഴുക്കുന്ന കണ്ണൻചിറ ഷട്ടർ പഞ്ചായത്ത് മെമ്പർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ തുറന്നു. അവിയൂരിൽ വെള്ളക്കെട്ട് ഒഴിയാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ ഷട്ടർ തുറന്നത്. 8 സംഘം 5 മണിക്കൂർ പരിശ്രമിച്ചാണ് 8 അടിയോളം നീളമുള്ള 4 ഫൈബർ ഷട്ടറുകളും ഇവയെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന മരപ്പലകകളും അഴിച്ചെടുത്തത്. ഇതോടെ അവിയൂർ മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. 2 വർഷം മുമ്പാണ് ഇവിടെ സ്ലൂയിസ് നിർമ്മിച്ചത്. ഇതിൽ സ്ഥാപിച്ചിരുന്ന ഷട്ടറിനിടയിലൂടെ കനോലി കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നതിനാൽ ഇതു തടയാൻ മരപ്പലകയും ഇവയ്ക്കിടയിൽ ചരൽമണ്ണും നിറച്ചിരുന്നു. മഴ കനത്ത് അതിവേഗം വെള്ളം കയറിയതോടെ ഷട്ടർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് ഷട്ടർ പൊളിക്കാമെന്ന അഭിപ്രായം ഉയർന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അംഗം MK അറഫാത്ത് ഒരു ശ്രമം നടത്താം എന്നറിയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റും സമ്മതിച്ചതോടെ സംഘം വെള്ളത്തിലിറങ്ങി. ഷട്ടറിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. അതിനാൽ വെള്ളത്തിൽ മുങ്ങി വേണം ഷട്ടർ അഴിക്കാൻ. 30 സെക്കൻഡ് മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയുക. ഷട്ടർ ഉറപ്പിച്ചു നിർത്തിയിരുന്ന മരപ്പൂളുകളും ചോർച്ച തടയാൻ ഇതിന് മറുഭാഗത്ത് വെച്ചിരുന്ന പലകകളും അഴിച്ചെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫൈബറിനും പലകയ്ക്കുമിടയിൽ ചരൽമണ്ണ് നിറച്ചിരുന്നതിനാൽ ഇരട്ടി ഉറപ്പായിരുന്നു. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഷാമിൽ, അനൂപ്, ദിബിൻ, അരുൺ, മിഥുൻ, ഷമീം, ഷഹീം എന്നിവരാണ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത്. ഷട്ടർ തുറക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ വീഡിയോയും സുരക്ഷാ നിർദ്ദേശങ്ങളും ഇവർക്ക് പിൻബലമായി. CCTV ന്യൂസ്, പുന്നേർകുളം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് കേച്ചേരി നാദബ്രഹ്മ അക്കാദമി. മഹാദുരന്തം ഇല്ലാതാക്കിയ പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെയുള്ള വയനാടിന്റെ ജനതയ്ക്കാണ് നാദബ്രഹ്മ അക്കാദമിയിലെ സംഗീത നൃത്ത വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചത്. എരനല്ലൂർ കുരിശുപള്ളി റോഡിലെ അക്കാദമി ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നാദബ്രഹ്മ അക്കാദമി ഡയറക്ടർ ഡോക്ടർ പ്രേമൻ P. രാഘവൻ അധ്യക്ഷനായി. പ്രശസ്ത ചുവരെഴുത്ത് ചിത്രകാരൻ ശശി കേച്ചേരി, പാലിയേറ്റീവ് പ്രവർത്തകനായ ജിസൺ ചൂണ്ടൽ, ആർട്ടിസ്റ്റ് ഭാസി, അധ്യാപകരായ തങ്കമണി, സുമ എന്നിവർ സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ ജീവൻ വെടിഞ്ഞവരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ച് വിശിഷ്ടാതിഥികൾ മെഴുകുതിരികൾ തെളിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പുഷ്പാർച്ചന നടത്തി. ഓഫീസ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ക്യാൻവാസിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ ഒപ്പുചാർത്തുകയും ചെയ്തു. പുന്നയൂർകുളം, വടക്കേക്കാട്, പുന്നയൂർ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു. സേവാഭാരതി നേതൃത്വം നൽകിയ പുന്നയൂർകുളം രാമരാജ സ്കൂളിലെ ക്യാമ്പ് ഉച്ചയ്ക്ക് ബിരിയാണി വിളമ്പിയാണ് പിരിച്ചുവിട്ടത്. കുണ്ടനി പ്രദേശത്തെ 13 കുടുംബത്തിലെ 34 പേരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വടക്കേക്കാട് പഞ്ചായത്ത് ക്യാമ്പും അവസാനിപ്പിച്ചു. കരിച്ചാൽ കടവിലെ 11 കുടുംബങ്ങളിലെ 20 പേരാണ് ഉണ്ടായിരുന്നത്. 45 ദിവസം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. കടവ് കൂട്ടായ്മ, B2S കോൺട്രാക്ട് വർക്ക്സ്, ICA സ്കൂൾ, NSS യൂണിറ്റ് തുടങ്ങി വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് ഇവിടേക്ക് ഭക്ഷണം നൽകിയത്. മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് വൈലത്തൂർ മുഹമ്മദ് അൻവറാണ് ശനിയാഴ്ച രാത്രി നെയ്ച്ചോറ്, ഇറച്ചിക്കറി, പൊറോട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ നൽകിയത്. പ്രസിഡന്റ് NMK നബീൽ, മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, ആഫിയ മോൾ, പഞ്ചായത്ത് സ്റ്റാഫ് ശശികുമാർ, VEO രഘു, PTA പ്രസിഡന്റ് നൌഫൽ, ആശാവർക്കർ, വാർഡിലെ സന്നദ്ധ പ്രവർത്തകരായ മുഹമ്മദ് അലി, സലീം, ഫർസീൻ,
ഹാഷിം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പുന്നയൂർ പഞ്ചായത്ത് അകലാട് AMUP സ്കൂളിൽ നടത്തിയ ക്യാമ്പും അവസാനിപ്പിച്ചു. 3 കുടുംബങ്ങളിലെ 18 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. CCTV ന്യൂസ് പുന്നയൂർകുളം. വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിൽ DCC സെക്രട്ടറി KD വീരമണി, K നവാസ്, KV ഷാനവാസ്, ഷോബി ഫ്രാൻസിസ്, TH റഹീം, C മുസ്താഖ് അലി, CK ബാലകൃഷ്ണൻ, അക്ബർ ചേറ്റുവ, AK മുഹമ്മദ് അലി, C സലീം, ഷുക്കൂർ കോനോരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്ത് മെഴുകുതിരിയുമായാണ് മരണപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിച്ചത്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി കാട്ടുകാമ്പാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്മരണാഞ്ജലി അർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് പ്രവർത്തകരായ VK മുഹമ്മദ്, സോണി സെറിയ, AS ഷഹീർ, സാംസൺ വാഴപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ എത്തിച്ചു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്കാണ് സഹായം എത്തിച്ചത്. ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് പുതപ്പും കുടുംബത്തിനാവശ്യമായ ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മാറി താമസിക്കേണ്ടി വന്നവരുടെ വീടുകളിലെത്തിയാണ് ഭക്ഷ്യക്കിറ്റും പുതപ്പും നൽകിയത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആൻഡോ പോൾ, ജനറൽ സെക്രട്ടറി AM ജമാൽ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി, നേതാക്കളായ I വേണുഗോപാൽ, MM ഷംസുദ്ദീൻ, VM ഷാജഹാൻ, MM മുഹസിൻ, ഷാജി പാറന്നൂർ, നൌഫൽ ആയമുക്ക്, ജോസഫ് തലക്കൂട്ടുകര, ഗിരീഷ് കുമാർ, ചന്ദ്രാധരൻ, ഷക്കീർ പെരുമണ്ണ, പ്രണവ് കല്ലാട്ട് എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മഹല്ല് ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയും ദൃശ്യം ഐ കെയർ ആശുപത്രിയും ദന്തവിഭാഗം ഡോക്ടർ ജിനി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് പ്രിൻസിപ്പൽ SI പ്രീത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് KM ഉമ്മർ ഫൈസിയുടെ പ്രാർത്ഥനയോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. യോഗത്തിൽ ചാവക്കാട് മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഹയാത്ത് ആശുപത്രി ജനറൽ മാനേജർ മുഹമ്മദ് ഷാക്കിർ, ദൃശ്യം ഐ കെയർ ആശുപത്രി ഡോക്ടർ ഷൈലോസ്, ഹയാത്ത് ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ സിമിയ, ദന്ത ഡോക്ടർ ജിനി, ഹയാത്ത് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് അജിത ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിരവധി മനുഷ്യ ശരീരങ്ങൾ കണ്ടെടുക്കുകയും ആദ്യ ഗ്രൂപ്പിന്റെ സേവനം പൂർത്തിയാക്കിയതോടെ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പെരുമ്പിലാവിലെ ടീം വെൽഫെയർ അംഗങ്ങൾക്ക് ആദരവ് നൽകി. ജമാഅത്തെ ഇസ്ലാമി ആൽത്തറ ഘടകം യൂണിറ്റ് പ്രസിഡന്റ് മുജീബ് പട്ടേൽ, സെക്രട്ടറി KM അബ്ദുൾ റഹ്മാൻ എന്നിവർ ടീം വെൽഫെയർ അംഗങ്ങളായ MN സലാഹുദ്ദീൻ, ഷബീർ അഹ്സൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. MA കമറുദ്ദീൻ, നിഷാദ്, മുസ്തഫ, ഹുസൈൻ, ഫഹദ് തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തടം ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ഗിരീഷ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കതിർക്കറ്റകൾ പുണ്യാഹം തളിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. തുടർന്ന് ദേവിക്ക് പൂജിച്ച ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകി. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി, സെക്രട്ടറി ചന്ദ്രൻ നായർ, ഗജാൻജി അനിൽ മാസ്റ്റർ, മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM ചൊവ്വന്നൂർ ലോക്കലിലെ പൂശപ്പള്ളി ബ്രാഞ്ച് വയനാട്ടിലെ ജനതയുടെ പുനരധിവാസത്തിനായി 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ തുക ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സച്ചി മാസ്റ്റർ, പൂശപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ഓഗസ്റ്റിലെ 1-ാം ഞായറാഴ്ചയായ ഇന്ന് സൗഹൃദ ദിനത്തിന് പുറമെ സിസ്റ്റേഴ്സ് ഡേയും ആചരിക്കുന്നു. സിസ്റ്റേഴ്സ് ദിനത്തിൽ ഒന്നിച്ചിരുന്ന കുട്ടിക്കാലം ചിലവഴിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് 3 തലമുറകളെ കണ്ട ചാലിശ്ശേരിയിലെ 4 സഹോദരിമാർ. ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ ശ്യാമു ഭാര്യ 93 വയസ്സുള്ള തങ്കമ്മ, പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ 90 വയസ്സുള്ള ബേബി, കുന്നംകുളം തെക്കേക്കര ജോർജ് ഭാര്യ 83 വയസ്സുള്ള അമ്മിണി, കുഞ്ഞനുജത്തി അവിവാഹിതയായ 80 വയസ്സുള്ള ലില്ലി എന്നീ 4 സഹോദരിമാരാണ് 3 തലമുറകൾക്കും ചാലിശ്ശേരി ഗ്രാമത്തിനും സ്നേഹം പകർന്നു നൽകുന്നത്. ആനക്കര തോലത്ത് വീട്ടിൽ വറീക്കുട്ടി എളച്ചി ദമ്പതികളുടെ 4 മക്കളാണ് ഈ സഹോദരിമാർ. പിതാവ് കുമരനെല്ലൂരിൽ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു.
നാലുപേരും കുമരനെല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായാണ് പഠനം നടത്തിയത്. പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റി. മൂത്ത സഹോദരി തങ്കമ്മ 1948-ലും രണ്ടാമത്തെ സഹോദരി ബേബി 1954-ലും ചാലിശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ച് നാടിന്റെ മരുമക്കളായി. 2 വർഷം മുമ്പാണ് ഇളയ സഹോദരികളായ അമ്മിണി, ലില്ലി എന്നിവർ കോട്ടപ്പടിയിൽ നിന്നും ചാലിശ്ശേരിയിലെത്തിയത്. ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും ഇരട്ടി മധുരമായി. വർഷത്തിലൊരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ഞനുജത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ്. കഴിഞ്ഞ മാസം ആദ്യം എല്ലാവരും ഒത്തുകൂടി. ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ 4 പേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ്. ഒന്നിച്ചുകൂടുമ്പോൾ അവരുടെ ശബ്ദവും ചിരിയും സംസാരവുമെല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ്. പ്രായത്തിന്റെ വിഷമതകളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്നു 4 പേരും. പഠിക്കാൻ പോയില്ല, കല്യാണം കഴിഞ്ഞില്ലേ, അപ്പൊ പോയില്ലേ. ടീച്ചറാവേണ്ട ആളാണ് അമ്മച്ചി. അത് ട്രെയിനിന് പോണൊക്കെ തന്നതാ. പാലക്കാട് അന്ന് വെച്ച് ട്രെയിനിന്. അപ്പൊ അവിടെ 1 വർഷം അപ്പുറത്തന്നെ തോന്നുന്നു. 2 ആള് കൂടിയിട്ട്, അന്ന് കൂട്ടുകുടുംബല്ലേ, 2 ആള് കൂടിയിട്ട് ചിന്തിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കാര്യം പറ്റി നടത്തുന്നവയ്ക്കായിരുന്നു. അവരെ മരിക്കുന്നതും പോലെ അന്ന് പോവായിരുന്നു എന്ന കാര്യം. ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായ ഇവർ അയൽവാസികളായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്ത് കുടുംബവുമായി ഇപ്പോഴും ഏറെ സൗഹൃദം പുലർത്തുന്നു. ചാലിശ്ശേരി കിഴക്കേ അങ്ങാടിയിൽ മകൻ PS വിനുവിനോടൊപ്പം താമസിക്കുന്ന തങ്കമ്മയടത്തിക്ക് പഴയകാല അനുഭവങ്ങൾ പച്ചവെള്ളം പോലെ ഓർമ്മയാണ്. പട്ടാളക്കാരനായ ഭർത്താവ് ഷാമുവിനൊപ്പം പാകിസ്ഥാൻ യുദ്ധകാലത്ത് 2 വർഷം ഊട്ടി കൂന്നൂരിലെ താമസവും ആനക്കര വടക്കേടത്ത് കുടുംബമായുള്ള സ്നേഹവും സുശീലാമ്മയെയും ഓർത്തെടുത്ത് ചേച്ചിയോടൊപ്പം അനുജത്തിമാരായ ബേബി, അമ്മിണി, ലില്ലി എന്നിവർക്കും ആദ്യകാല ഓർമ്മകൾ പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. പഠിച്ചിട്ട് പിന്നെ എന്താണ് ഇവിടെ സ്കൂളിൽ പഠിച്ചു. അപ്പൊ ശരിക്കും തുടങ്ങിയില്ല. അന്നൊക്കെ ആദ്യം പോയത് വിമലിനെ പഴയ വീട്ടിലില്ലേ, വീടിന്റെ അടുക്കി. അപ്പൊ ആ സ്കൂളിലെ 6, 7, 8 അവര് സ്കൂളായിരുന്നു. പിന്നീട് അത് ഗവൺമെന്റിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും ഞാൻ പോന്നു കേട്ടാ. അപ്പൊ അങ്ങനെ വടക്കത്തെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിനെ നേരിട്ടതാ. റേഡിയോയിൽ കൂടെ കുറച്ചാണ്ട് പോയാൽ മതി. അപ്പോൾ കാണാം വടക്കത്തെ സ്കൂൾ. ഇപ്പൊ ആരുമില്ല, എല്ലാവരും മരിച്ചു. അവസാനം സുശീലേമ മാത്രം ഉണ്ടായിരുന്നു, അവരെ മോള്, അതും മരിച്ചു. 3 തലമുറകളെ കണ്ട അമ്മമാർക്ക് താങ്ങും തണലുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി 63ഓളം പേരുടെ പരിലാളനം ഏറെയുണ്ട്. മനസ്സിൽ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് മാതൃകയായ ഈ സഹോദരിമാർ. ഗ്രാമത്തിൽ തന്നെ ഒരേ വാർഡിൽ താമസിക്കുന്നു എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടപ്പുറം കാരുണ്യം ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 14 വർഷമായി എല്ലാ മാസവും നടത്തിവരുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതി സ്നേഹനിധി 152ാം മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന ചടങ്ങ് ഷെൽട്ടർ പ്രസിഡന്റ് TK ഗഫൂർ ഹാജിയുടെ അധ്യക്ഷതയിൽ പ്രമുഖ ഗൾഫ് പ്രവാസി മലയാളിയും ഷെൽട്ടർ രക്ഷാധികാരിയുമായ അബ്ദുള്ള തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു. VK കുഞ്ഞാലു ഹാജി നേതൃത്വം നൽകി. നിർധന വിധവകൾ, അനാഥർ, ഒറ്റപ്പെട്ടു പോയവർ, പ്രായമായ ആൺമക്കളില്ലാത്ത നിർധനരായ അച്ഛനമ്മമാർ തുടങ്ങി ദുരിതബാധിതരായ 200-ൽ പരം സഹോദരങ്ങൾക്കാണ് പെൻഷൻ നൽകിയത്. ഷെൽട്ടർ ജനറൽ സെക്രട്ടറി PK ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി P ഷാഹു ഹാജി, CBA ഫത്ത, ചിന്നക്കൽ അലി, ഗൾഫ് ചാപ്റ്റർ ട്രഷറർ CS ഹുസൈൻ, വൈസ് പ്രസിഡന്റ് PM ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നും 2ാമത്തെ സംഘം രക്ഷാപ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ദുരന്തം നടന്നയുടൻ പുറപ്പെട്ട 10-അംഗ സംഘത്തിന് പിറകെയാണ് 7-അംഗ സംഘം ശനിയാഴ്ച വൈകിട്ട് പെരുമ്പിലാവിൽ നിന്നും പുറപ്പെട്ടത്. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സംഘമാണ് IRW ഗ്രൂപ്പ് ലീഡർ VS ജമാലിന്റെ നേതൃത്വത്തിൽ തിരിച്ചത്. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി സേവാഭാരതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച അവശ്യ സാധനങ്ങളടങ്ങിയ വാഹനവ്യൂഹം കുന്നംകുളം നഗര കേന്ദ്രത്തിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിഭാഗ് പ്രൗഢ് പ്രമുഖ് KV ലൗലേഷ് ആമുഖ പ്രഭാഷണം നടത്തി. സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി MD പ്രദീപ്, ജില്ലാ കാര്യവാഹക് PV ഷാജി, ജില്ലാ സേവാ പ്രമുഖ് CS രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
വയനാടിന് ഗുരുവായൂർ സേവാഭാരതിയുടെ കൈത്താങ്ങ്. സേവാഭാരതി ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകി. പ്രസിഡന്റ് ഡോക്ടർ സി ബാലകൃഷ്ണൻ, ചാവക്കാട് താലൂക്ക് കൺവീനർ AN പ്രമോദ്, വൈസ് പ്രസിഡന്റുമാരായ അരുൺ രവീന്ദ്രൻ, MV രാഗിണി, സെക്രട്ടറി സൂരജ് കർണംകോട്ട്, ട്രഷറർ KV രാജൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറി PS സുധീഷ്, രാഷ്ട്രീയ സ്വയം സേവാ സംഘ ഖണ്ഡകാര്യവാഹക് CK മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം പന്നിത്തടം യൂണിറ്റ് മരത്തംകോട് AKG നഗറിൽ ജീവിതവും ചരിത്രവും എന്ന വിഷയത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മരത്തംകോട് MGM LP സ്കൂളിൽ നടന്ന ജനകീയ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം പന്നിത്തടം യൂണിറ്റ് പ്രസിഡന്റ് രാജൻ എലവത്തൂരിന്റെ അധ്യക്ഷതയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം യൂണിറ്റ് സെക്രട്ടറി പോൾസൺ താം ആമുഖ പ്രഭാഷണം നടത്തി. T അരവിന്ദാക്ഷൻ മരത്തംകോട് AKG നഗറിന്റെ മിച്ചഭൂമി സമരാനുഭാവതരണം നടത്തി. പോൾസൺ താം രചിച്ച AKG നഗർ ജീവിതവും ചരിത്രവും എന്ന പുസ്തകം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പ്രകാശനം ചെയ്തു. CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, CPIM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ഡോക്ടർ ജോൺസൺ ആളൂർ, K വിജയൻ മാഷ്, ജ്ഞാനോദയം ഗ്രന്ഥശാല പ്രവർത്തകരും സംസാരിച്ചു. തുടർന്ന് മിച്ചഭൂമി സമരനായകരായ T അരവിന്ദാക്ഷൻ, നീലാമാക്കിൽ മാധവൻ, NT സുബ്രഹ്മണ്യൻ, കാരാട്ടുകുഴി ശങ്കരൻ നായർ, MK സുബ്രഹ്മണ്യൻ, K ഭാസ്കരൻ, അപ്പുണ്ണി ചിറമനേങ്ങാട് എന്നിവരെ മീന സാജൻ പുരസ്കാരം നൽകി ആദരിച്ചു. മരണമടഞ്ഞ വേലായുധൻ ചിറമനേങ്ങാട്, കുഞ്ഞപ്പൻ ചിറമനേങ്ങാട്, ചുമ്മാർ ചീരൻ, മൂന്നുകണ്ണിയിൽ മാടമ്പി എന്നിവർക്കുള്ള ആദരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കടങ്ങോട് പഞ്ചായത്ത് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ TP ലോറൻസ് സ്വാഗതവും പന്നിത്തടം യൂണിറ്റ് ട്രഷറർ AS സുബിൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. ബാലഗോകുലം പുന്നേർകുളം ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘ രൂപീകരണം രാമരാജ സ്കൂളിൽ നടന്നു. രക്ഷാധികാരികളായി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ, ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, TP ഉണ്ണി, രാധ ടീച്ചർ, ചെയർമാനായി ജയരാജ് ചക്കാലക്കുമ്പിൽ, ഉപചെയർമാൻമാരായി G കൊച്ചുകുട്ടൻ, PK അറുമുഖൻ, ബേബി ടീച്ചർ തുടങ്ങി വിവിധ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രവീൺ ഞമ്മനേങ്ങാട്, TP ഉണ്ണി, ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ, നിതിൽ പുഴിക്കള തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പുന്നേർകുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയും മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് VG വിഷ്ണു അധ്യക്ഷനായി. ഡോക്ടർ K അഷ്ന, ഒപ്റ്റോമെട്രിസ്റ്റുമാരായ അലി മുസമിൽ, ഷഫാന, അൻസിൽ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. 27 രോഗികളെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്തു. കോർഡിനേറ്റർ P മധുസൂദനൻ, വായനശാല ഭാരവാഹികളായ MG രാജേഷ്, TB അരുൺ, PR രാംജിത്ത്, MS ശരത്, പ്രവ്യ പ്രബിൻ, MS ഷിബിൽ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFIയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി DYFI കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികൾക്ക് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പാഴ്വസ്തുക്കൾ കൈമാറി. ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം K കൊച്ചനിയൻ, DYFI വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി PJ ജ്യോതിസ്, പ്രസിഡന്റ് യദുകൃഷ്ണ, ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ അഖിൽ, ഈസ്റ്റ് മേഖലാ സെക്രട്ടറി രജീഷ് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് അഭയ വേൾഡ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് കുടിവെള്ളം എത്തിച്ചു. അഭയ വേൾഡ് അംഗങ്ങളായ MD ഷെബന, ഷഹസാദ്, താലിബ് എന്നിവർ നേതൃത്വം നൽകി. പൈലറ്റായി ജോലി ലഭിച്ച നിഖിൽ രാജീവിനെ കാണിപ്പയ്യൂർ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അനുമോദിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവിന്റെ മകനാണ് ഇൻഡിഗോ പൈലറ്റ് നിഖിൽ രാജീവ്. ബാങ്ക് പ്രസിഡന്റ് ജോയ് ഉപഹാരം നൽകി. ബാങ്ക് ഡയറക്ടർമാരായ ഗിരീഷ് കുമാർ, വിലാസിനി മോഹൻ, ഷാജു, സ്റ്റാലിൻ, മുത്തു, ശ്രീകല, ഷീബ സൈമൺ, സുമയ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരുമനയൂർ തൈക്കടവ് ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകി. തഹസിൽദാർ TP കിഷോറിന് മഹല്ല് ഭാരവാഹികൾ ചേർന്ന് 12,280 രൂപയുടെ ചെക്ക് കൈമാറി. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ വെള്ളപ്പൊക്കം മൂലം ചെളി നിറഞ്ഞ കാനയും റോഡും നാട്ടുകാർ വൃത്തിയാക്കി. സുനിൽകുമാർ കക്കാട്ട്, രാജേഷ് ചേനം കുമരത്ത്, അനിൽ കക്കാട്ട്, K ഉസ്മാൻ, K അലി, M ബിനീഷ്, K വേലായുധൻ, M സയ്യിദ് മുഹമ്മദ്, K കണ്ണൻ, C മനോഹരൻ, K ശിവദാസൻ, MK സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ചരമം. കടങ്ങോട് തെക്കുമുറി തെക്കേ മഠത്തിൽ തങ്കമ്മാളുടെ മകൻ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഗീത ഭാര്യയാണ്. ഗുരുവായൂർ മലേഷ്യൻ ടവറിന്റെ ഉടമയും ദീർഘകാലം മലേഷ്യയിൽ വ്യാപാരിയുമായിരുന്ന ഗുരുവായൂർ തിരുവെങ്കിടം തറയിൽ ഖാദർ ഹാജി നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഖബറടക്കം തൈക്കാട് ജുമാഅത്ത് ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമ ഹജ്ജുമ ഭാര്യയാണ്. ഷറഫുദ്ദീൻ, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KP റഷീദ്, റംലത്ത്, വാഹിദ എന്നിവർ മക്കളാണ്.
പൂവത്തൂരിലെ പ്രമുഖ പലചരക്ക് വ്യാപാരി തിരുനെല്ലൂർ പോവിൽ തിരുവാമാടത്തിൽ പരേതനായ കൊച്ചുമകൻ ബാലൻ നിര്യാതനായി 92 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഭാർഗവി ഭാര്യയാണ്. ഉഷ, ഷീല, ലത, ഷീബ, നിഷ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെളുത്തവളപ്പിൽ അബ്ദുൽ കരീം ഭാര്യ കുഞ്ഞീരം നിര്യാതയായി. 80 വയസ്സായിരുന്നു. പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ഹംസ, അക്ബർ, അഷ്റഫ്, സുഹറ, ജമീല എന്നിവർ മക്കളാണ്. കടങ്ങോട് റൈസ് മിൽ സെന്റർ കക്കാട് പൊന്നരാശ്ശേരി ഭാർഗവി നിര്യാതയായി. 99 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ തലക്കോട്ടൂർ വീട്ടിൽ ഡോക്ടർ ലൂയിസ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ റിട്ടയേർഡ് സിവിൽ സർജനായിരുന്നു പരേതൻ. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. റോസിലി ഭാര്യയാണ്. ഡോക്ടർ ഫ്രാൻസിസ്, ഡോക്ടർ ഫെസി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് 48 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. കേച്ചേരി ചിറനെല്ലൂരിലെ വെള്ളക്കെട്ടിൽ 55-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളക്കെട്ടൊഴിവാക്കാൻ അശാസ്ത്രീയമായ രീതിയിൽ ചാക്കോലയിൽ റോഡ് പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാതിരാത്രിക്ക് അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയ പൈപ്പുകൾ നാട്ടുകാർ ഇടപെട്ട് എടുത്തു മാറ്റിച്ചു. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. തൊഴിയൂരിലുള്ള അൽ അമനാഹ് ബീഫ് ആൻഡ് ചിക്കൻ സെന്ററാണ് അടപ്പിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് യാസിൻ പള്ളിക്ക് സമീപം വീട് തകർന്നു വീണു. മേടോത്ത് അഷ്റഫിന്റെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.